നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലത്തെ എൻ്റെ കണ്ടിന്യൂവേഷൻ ട്ടോ. ഡിഫക്റ്റീവ് റിട്ടേൺ. അസസിംഗ് ഓഫീസർ കൺസിഡേഴ്സ് ദാറ്റ് റിട്ടേൺ ഫർണിഷ്ഡ് ബൈ ദ അസസി ഈസ് ഡിഫക്റ്റീവ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർക്ക് അത് തോന്നുകയാണ് നമ്മൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന റിട്ടേൺ ഡിഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കൺസിഡർ, അങ്ങനെ ഡിഫക്റ്റീവ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് റിട്ടേൺ നോട്ട് ഡ്യൂലി ഫയൽഡ്, ശരിയായ തരത്തിൽ ഫയൽ ചെയ്യാതിരിക്കുക, റിട്ടേൺ വിത്തൗട്ട് സെൽഫ് അസസ്മെന്റ് ടാക്സ്, റിട്ടേൺ വിത്തൗട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അക്കൗണ്ട്സ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദ അസസിംഗ് ഓഫീസർ മേ ഇന്റിമേറ്റ് ദ ഡിഫക്റ്റ് ടു ദ അസസി, അസസിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ആൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ദ ഡിഫക്റ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് നോട്ടീസ് ഈസ് അലൗഡ്. ഒരു നോട്ടീസ് തന്ന 15 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഡിഫക്റ്റീവ് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മളെ അറിയിക്കും. ഇഫ് ദ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദ ടൈം അലൗഡ്, ആ പറഞ്ഞ സമയത്ത് ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തില്ല എങ്കിൽ സച്ച് എ റിട്ടേൺ ഈസ് ട്രീറ്റഡ് ആസ് ഇൻവാലിഡ് റിട്ടേൺ. അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇൻവാലിഡ് റിട്ടേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദി അസസിംഗ് ഓഫീസർ മേ condemn the delay and treat the return as valid if the assessee notified the defect after 15 days but before assessment is made. ഇനി എന്താ പറയുന്നത്, 15 ദിവസത്തിന് ശേഷം അസസിക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ വെച്ചെങ്കിൽ അതിനനുസരിച്ച് എന്താണ് കാരണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്താ പറയുന്നത്, കറക്റ്റായിട്ടുള്ള റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അവരത് കൺസിഡർ ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ഫോർ ഫയലിംഗ് റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്? ഡ്യൂ ഡേറ്റ് കേട്ടോ, സിറ്റുവേഷനും ഡ്യൂ ഡേറ്റും. ഇന്റർനാഷണൽ ആണെങ്കിൽ വേർ അസസി ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് എ റിപ്പോർട്ട് പെർട്ടൈനിങ് ടു ഇന്റർനാഷണൽ സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നവംബർ 30 ഡ്യൂ ഡേറ്റ് നവംബർ 30 അസസ്മെന്റ് ഇയറിൽ കേട്ടോ. ഈ കമ്പനിയൊക്കെ ആണെങ്കിൽ സെപ്റ്റംബർ 30 അസസ്മെന്റ് ഇയറിലെ. അതർ ദാൻ കമ്പനി, അതായത് അതർ ദാൻ കമ്പനിയിൽ 3 സബ് ഉണ്ട്. വെയർ അക്കൗണ്ട്സ് ഓഫ് ദ അസസി ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ എനി ലോ ആണെങ്കിൽ സെപ്റ്റംബർ 30. വെയർ അസസി ഈസ് എ വർക്കിംഗ് പാർട്ട്ണർ ഹൂസ് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് ജൂലൈ 31 ആണെങ്കിൽ ഓഫ് അസസ്മെന്റ് ഇയർ കേട്ടോ. ഇൻ എനി അതർ കേസുകളൊക്കെ ആണെങ്കിൽ എന്താണ് പറയുന്നത്, ജൂലൈ 31. എന്താ പറയുന്നത്, വേർ അസസി ഈസ് എ വർക്കിംഗ് പാർട്ട്ണർ ഹൂസ് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് ആണെങ്കിൽ ജൂലൈ 31 ഓഫ് അസസ്മെന്റ് ഇയർ ആണ്. പിന്നെ എനി അതർ കേസ് ആണെങ്കിലും ജൂലൈ 31 ഓഫ് അസസ്മെന്റ് ഇയർ ആണ്. ഇൻ ദ കേസ് ഓഫ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ ഈസ് എ ഹോളിഡേ, റിട്ടേൺ ഫയൽ ചെയ്യുന്ന ദിവസം ഹോളിഡേ ആണെങ്കിൽ ദെൻ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ, തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്തായിട്ട് എടുക്കും? ഷാൾ ബി ഡീംഡ് ആസ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ന്യൂ ഫോമുകൾ കേട്ടോ, ഫോംസ്. ന്യൂ ITR ഫോംസ് സബ്ജക്ട്സ് കേട്ടോ. ITR 1 SHA ഇൻഡിവിജ്വൽസ് സാലറി പ്ലസ് 1 ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് ഇൻകം ഫ്രം അതർ സോഴ്സ്, നോ ലോട്ടറി ഓർ ഹോഴ്സ് റേസ് ഇൻകംസ് കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ ITR 1. ITR 2 individuals and HUF, no business or professional income. ITR 3 individuals and HUF, partners in firms and having or professional incomes. ITR 4 individuals and HUF or resident firms ഒക്കെ ആണെങ്കിൽ, റെസിഡന്റ് ഫേമുകളാണെങ്കിൽ ഇൻകം ഫ്രം പ്രൊപ്രൈറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ടഡ് അണ്ടർ. ഇനി എസ്റ്റിമേറ്റഡ് ഇൻകം സ്കീം കേട്ടോ. ഇനി ITR 5 ഫേം AOP BOIക്കൊക്കെ ITR 5 ആണ്. ITR 6 കമ്പനീസ്, ഫോർ കമ്പനീസ് അതർ ദാൻ കമ്പനീസ് ക്ലെയിമിംഗ് എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 11. ITR 7 പേഴ്സൺ ഇൻക്ലൂഡിംഗ് കമ്പനീസ് റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(4) A(4), B(4), C(4), D. ഇനി ITR 5 റോമൻ ലെറ്റർ 5 കേട്ടോ. ഇലക്ട്രോണിക്കലി ആണെങ്കിൽ വേർ ദ ഡാറ്റ
of the return in ITR 1, 2, 3, 4, 5 transmitted electronically without digital signature. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാതെ ഈ ITR 1, 2, 3, 4, 5 ട്രാൻസ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇനി മോഡ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന മോഡ് പേഴ്സൺ, കണ്ടീഷൻസ്, മോഡ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ. 3 തരം കേട്ടോ. പേഴ്സൺ, കണ്ടീഷൻസ്, മോഡ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ. പേഴ്സണിലെ ഇൻഡിവിജ്വലോ HUF ആണെങ്കിൽ അതിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB ആണെങ്കിൽ ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. രണ്ടാമത്തെ അക്കൗണ്ട് നോട്ട് റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB, ടോട്ടൽ ഇൻകം എക്സീഡ്സ് 5 lakh ഓർ എനി റീഫണ്ട് ഈസ് ക്ലെയിംഡ് ആണെങ്കിൽ ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇലക്ട്രോണിക്കലി അണ്ടർ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് EVC. പിന്നെ എന്താ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ മുന്നേ ഷോർട്ട് ഫോമിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനി അതർ കേസൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ പേപ്പർ ഫോർമാറ്റ് എടുക്കാം. ഇനി കമ്പനിക്ക് ആണെങ്കിൽ എന്താ പറയുന്നത് ഇലക്ട്രോണിക്കലായിട്ട് ഞാൻ ചെയ്യാം. ഇനി കമ്പനികൾക്ക് എന്താ പറയുന്നത് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, വിത്ത് ഡിജിറ്റലായിട്ട് ചെയ്യാം, വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചറായിട്ട് ഇലക്ട്രോണിക്കലായിട്ട് തന്നെ ചെയ്യാവുന്നവർക്കൊക്കെ ഇലക്ട്രോണിക്കൽ സബ്മിഷൻ നടത്താം. ഇലക്ട്രോണിക്കലി ആയിട്ടും പേപ്പർ ഫോർമാറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. ഇനി പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇനി വെരിഫിക്കേഷൻ ഓഫ് ഫേമുകളുടെ വെരിഫിക്കേഷൻസ്, വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺസ് കേട്ടോ. റിട്ടേൺസ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക, റിട്ടേൺ ഫോമുകൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യാമെന്ന്. സെക്ഷൻ 140 അസസി പേഴ്സൺസ് ടു വെരിഫൈ കേട്ടോ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഓർ ഗാർഡിയൻ ഓർ കോമ്പീറ്റന്റ് പേഴ്സൺ. HUF ആണെങ്കിൽ കർത്ത ഓർ അഡൽട്ട് മെമ്പർ. കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ഫേം ആണെങ്കിൽ മാനേജിംഗ് പാർട്ട്ണർ. ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ. പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. AOP ആണെങ്കിൽ എനി മെമ്പർ ഓർ പ്രിൻസിപ്പൽ ഓഫീസർ. ഇനി ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇൻ ഇലക്ട്രോണിക് ഫോം കേട്ടോ. The board may make rules in this regard എന്ന് പറയുന്നത് the class of person, form and the manner, document to be furnished, the computer resource to which the return in electronic form may be transmitted. ഇങ്ങനെയൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചു വായിച്ചാൽ അതൊക്കെ ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇനി ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ്. ഇനി ടാക്സ് പ്രിപ്പയർ ചെയ്യുന്നവരില്ലേ എന്താ പറയുന്നത് CEO, ലോയേഴ്സോ അവരൊക്കെ ആണെങ്കിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് TRP എന്നാ പറയാ. ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് ആണെങ്കിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ നമ്മൾ ഈ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് വഴിയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ who has been authorized to act as a TRP കേട്ടോ. ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് ആയിട്ട് ഓതറൈസ് ചെയ്ത വ്യക്തികളാവണം. The board decides the following: educational and other qualification of TRP, training and other conditions, the period for which the TRP is authorized, code of conduct, duties and obligations of the TRP, manner of withdrawal of the authorization. ഇതൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വ്യക്തിയുടെ എന്താ പറയുന്നത് TRPയുടെ എല്ലാ കാര്യങ്ങളും ടാക്സ് അതോറിറ്റീസ് വെരിഫൈ ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫർണിഷിംഗ് ദ റിട്ടേൺ ഫർണിഷിംഗിൽ ഒരു ഡിഫോൾട്ട് വരികയാണെങ്കിൽ 1% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. പിന്നെ പ്രൊസീജിയർ ഫോർ കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റ് ഇൻ ആനുവൽ ബേസിലാണ് ചെയ്യുക കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് മന്ത് ഷാൽ ബി ഇഗ്നോർ ചെയ്യും. ഫ്രാക്ഷൻ മാസങ്ങളൊക്കെ അവിടുന്ന് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യം. പിന്നെ മാൻഡേറ്ററി ഫയലിംഗ് ഓഫ് IT റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേണിന്റെ മാൻഡേറ്ററി ഫയലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം 2.5 lakhs കൂടുതലാണെങ്കിൽ ടാക്സ് അടച്ചാൽ മതി. നമുക്കറിയാലോ 2,50,000 വരെ നമുക്ക് ടാക്സ് നില്ലാണ്. അതിൽ നമ്മൾ അണ്ടർ സെക്ഷൻ 80C to 80U അതൊക്കെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഫോളോയിങ് ഡിഡക്ഷൻസ്, ഈ ഡിഡക്ഷൻസ് കൊടുക്കുന്നേക്കാൾ മുമ്പാണ് കേട്ടോ. ബിഫോർ ദ അലവിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ ഈ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ കൊടുക്കുന്നേക്കാൾ മുമ്പുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം 2.5 lakh. അത് നമുക്കറിയില്ല. ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2.5, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakh,
സൂപ്പർ സീനിയർ ആണെങ്കിൽ 5 lakh. ആ ടാക്സിന്റെ സ്ലാബ് ഞാൻ പറഞ്ഞുണ്ടല്ലോ. ഇനി ഇഫ് യു ഹോൾഡ് എൻ അസെറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് നിങ്ങൾക്ക് ആ അസെറ്റ് ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ ബെനിഫിഷ്യറി ഓഫ് ദ അസെറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചിരിക്കണം. ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ITR ഫോർ അസസ്മെന്റ് ഇയർ 2021. അപ്പൊ ആ ഡ്യൂ ഡേറ്റ് നമ്മൾ പറയുന്നത് അസസ്മെന്റ് ഇയർ 2021 നമ്മളുടെ ഈ കൊല്ലത്തെ അസസ്മെന്റ് ഇയർ കേട്ടോ. ഇനി സെക്ഷൻ 234F ഫീ ഫൈൻ ലേറ്റ് ഫയലിംഗ്. നമ്മൾ നേരം വൈകിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്ത് അവിടെ എത്തണമെന്ന് വെച്ചെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടതായിട്ട്, ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഫീ റേറ്റ് അത്ര ഹൈ ഒന്നല്ല കേട്ടോ. ഫീ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫീ റേറ്റ് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 234F പറയണത് ടോട്ടൽ ഇൻകം മോർ ദാൻ 5 lakh ആണെങ്കിൽ 5000 രൂപ വരെ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇനി ആഫ്റ്റർ 31/12/20 ശേഷം ആണെങ്കിൽ 10,000 കൊടുക്കേണ്ടി വരും. ഇനി 5 ലക്ഷത്തിനേക്കാൾ 5 lakh ഓർ ലെസ് ദാൻ 5 lakh ആണെങ്കിൽ 1000 രൂപ. ആഫ്റ്റർ 31st December 2020 ആണെങ്കിലും 1000 rupees ഫൈൻ അടച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്കറിയാം അപ്ലിക്കേഷനൊക്കെ എന്താ പറയുന്നത്, ചലാൻ ഫോമിൽ അടയ്ക്കാം, നേരിട്ട് അടയ്ക്കാം എന്നൊക്കെ അറിയാം അല്ലേ. അതൊക്കെ നമ്മൾ അവിടെ അഡ്വാൻസ് പേയ്മെന്റിലൊക്കെ പറഞ്ഞതാണ്. ഇമ്പോർട്ടന്റ് ഫോമുകൾ കേട്ടോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോമുകൾ നോക്കാം. ഫോം 10A ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റുകളൊക്കെ ആണെങ്കിൽ 10A അപ്ലൈ ചെയ്യേണ്ടത്. ഫോം 10B ഓഡിറ്റ് റിപ്പോർട്ട് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റുകൾ. ഫോം 15CA information to be furnished for payments to a non-resident not being a company or to a foreign company. In form 15G 15CA ആണ് നേരത്തെ പറഞ്ഞത്. 15G ഇനി അടുത്ത ഡിക്ലറേഷൻസ് ടു ബി മെയ്ഡ് ബൈ an individual claiming certain receipts without a deduction or tax. 15G കേട്ടോ. ഫോം 15H ഡിക്ലറേഷൻ ടു ബി മെയ്ഡ് ബൈ the individual who is of the age of 60 years or more claiming certain receipts without a deduction or tax. ഇനി എന്താണ് ഈ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന്? പാൻ കാർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? പെർമനന്റ് അക്കൗണ്ട് നമ്പർ കേട്ടോ. പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 130 ഇൻകം ടാക്സ് പ്രൊസീജിയറിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പാൻ കാർഡ് നമ്പർ കേട്ടോ. പാൻ നമ്പർ 10 ഡിജിറ്റ് ഉള്ള 10 ഡിജിറ്റ് ആൽഫബറ്റിക് നമ്പർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ് എന്ന് പറയുന്നത് ഈ പാൻ കാർഡ് എന്ന് പറയുന്നത്. അത് IT ഡിപ്പാർട്ട്മെന്റിലേക്ക് SS ചെയ്യേണ്ടി വരും, സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. സബ്മിറ്റ് വെച്ചാൽ കാർഡ് സബ്മിറ്റ് ചെയ്യണ്ട, അതിന്റെ നമ്പർ കൊടുത്താൽ മതി, ഫോട്ടോ ഒക്കെ വെച്ചാൽ മതി. കോട്ടിംഗ് ഓഫ് പാൻ ഹാവ് ബീൻ മെയ്ഡ് മാൻഡേറ്ററി ഇൻ മെനി ഇൻസ്റ്റൻസ്. An assessee need to mention his PAN in his return. റിട്ടേൺ കിട്ടണമെങ്കിലൊക്കെ നമ്മൾ എക്സസ് റിട്ടേൺ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ പാൻ കാർഡ് മസ്റ്റ് ആണ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ 10 characters even means എന്താ പറയുന്നത് 10 characters of the PAN can be divided into 5 parts. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത്രയും മതി ക്ലാസ്സിൽ.